ഹലോ, അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾ തിരിച്ച് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. തന്നെ എനിക്കൊരു ഡോക്ടറൊക്കെ കാണിക്കേണ്ടായിരുന്നു. അപ്പം ഞാനും ഉപ്പപ്പി അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂരണ വൈക്ക് ഞങ്ങൾ ബീഫൊക്കെ ആണെങ്കിൽ 6 മണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ കാണിക്കാൻ. ഡോക്ടർ കാണിക്കലും ബീഫ് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഈ ഒരു ലോട്ടറി ഇപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് മേമാൻ്റെ കടയ്ക്ക് തന്നെ മേമാക്കും മലയാക്കും ടൗണിൽ തന്നെ ഒരു ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ വെറുതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ വെറുതെ പോയിരിക്കണം. വേറൊന്നല്ല, കുറെ നേരം ഇരിക്കുമ്പോൾ മേമ എന്തെങ്കിലും വാങ്ങി തരും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഥ പറഞ്ഞാൽ അവിടെ കുറെ നേരം ഇരിക്കും. ഞാൻ വെറുതെ വന്നതാണ് റഹൽമാമിൻ്റെ കടയ്ക്ക്. പിന്നെ കണ്ടപ്പോൾ എനിക്ക് അവിൽ മിൽക്കൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ പോകും ഗൈസ്. കണ്ടോ, അവിൽ മിൽക്ക് കുടിക്കുകയാണ്. ഇവിടെ എടുത്ത് അപ്പുറത്ത് നല്ലൊരു സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് എനിക്ക് അളിയാക്കാൻ നല്ല അടിപൊളി അവിൽ മിൽക്കൊക്കെ വാങ്ങി തന്നിക്കണു. ഇതൊക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. ഞാനാണെങ്കിൽ വെറുതെ ഈ അവിൽ മിൽക്കും കുടിച്ച് കുറേ നേരം കഥ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടേക്ക് പോകണം. അവിടെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ അവിൽ മിൽക്ക് കുടിക്കാൻ നല്ല രസമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അളിയാക്ക് എന്നെ തിരിച്ച് വീട്ടിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇപ്പപ്പി ഇമ്മമ്മയും വീട്ടിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പപ്പാൻ്റെ ഇമ്മമ്മാൻ്റെ ഓരോ അമ്മായിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പോണതാണ്. ഇതാണെങ്കിൽ ഞങ്ങളെ സുന്ദരി വല്യമ്മയാണ് കേട്ടോ. വല്യമ്മക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നല്ലോണം നാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, കയറുക ഇറങ്ങുക അതന്നെ പരിപാടി. ഫസ്റ്റത്തെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് രണ്ടക്കും കാര്യമായിട്ട് റോളൊന്നുമില്ല. എവിടെയെങ്കിലും പോവുക, അവിടെ നിന്ന് എന്തെങ്കിലും വെള്ളം ചായ അത് ഇതൊക്കെ കിട്ടും, അത് തിന്നുക. അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ ഇപ്പം എന്താ മമ്മി വന്നൊന്ന് എത്തി നോക്കുന്നുണ്ട്. പിന്നെ എവിടെ പോയി നോക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ സമയം എത്രയടി? 5:25. ഇനി ഒരു 7-8 മണി വരെ ഇത് തന്നെ കാരണം പരിപാടി. ഓരോരുത്തരുടെ വീട്ടിൽ കയറുക, ഇതന്നെ ആവും പരിപാടി. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സെറമോൾ ഇട്ട മൈലാഞ്ചിയാണ്. പോവാനായി സെറമോൾ ഇട്ടതിൻ്റെ മേലെ കൂടെ അസീം റീക്രിയേറ്റ് ചെയ്ത മൈലാഞ്ചിയാണ്. പിന്നെ അത് ഇത്തിട്ട് കൊടുത്ത മൈലാഞ്ചിയാണ്. കാര്യമായിട്ട് എൻ്റെയും നീൻ്റെയും പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ പോണോടത്തു നിന്നൊക്കെ വെള്ളം ചായ അങ്ങനെയൊക്കെ കിട്ടിട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിരിക്കലാണ് ഞങ്ങൾ മെയിൻ പരിപാടി. അങ്ങനെ അവിടുന്ന് ചായയും ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി ചർച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. 3 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എങ്ങനെ ആയാലും ഒരു 9 മണി 10 മണിക്കായി. ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ കുറച്ച് റഷായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഞങ്ങൾ വേറൊരു അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോണേ. ആദ്യം പോയത് ഇമ്മമ്മാൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കായിരുന്നു. നെക്സ്റ്റ് പോണത് ഇപ്പപ്പാൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് പോണത്. ഇപ്പപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക്, അതായത് ഇമ്മാൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് പോണത്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള അമ്മായിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഐറ്റം ഇഷ്വ. അങ്ങനെ ഓള് കുറേ എന്തൊക്കെയോ വീഡിയോസിലൊക്കെ വന്ന് പറയണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും വീഡിയോയിൽ നിൽക്കാൻ തന്നെ നല്ല മടിയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഓൾ ഇന്നെ കണ്ടപ്പോൾ ഫസ്റ്റ് എന്നെ എടുത്തത് ഈ ചൂരലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറേ വട്ടം ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വെറുപ്പിച്ചായിരുന്നു. ചിലപ്പോൾ അതേപോലെയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഈ ഒരു സംഭവം പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1-2 ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്വൻ്റെ വലിയ വടിയാണ് ഗൈസ്. വടി കാണിച്ചു കൊടുത്താ അതുകൊണ്ട് ആരെ തല്ലും? ഇതുകൊണ്ട് ഉമ്മച്ചിനെ തല്ലും. ചിഞ്ചോ അതുകൊണ്ട് ഉമ്മച്ചിനെ തല്ലത്. ഇമ്മച്ചി അന്നെ തല്ലുന്നു അല്ലേ ഗൈസ്. കുട്ടിയാണെങ്കിൽ സത്യമാണ് പറഞ്ഞത്, പക്ഷെ എനിക്കാണ് കേട്ടോ മാറി. ഓള് ലിബാമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഓൺ ആയപ്പോൾ. അങ്ങനെ പിന്നെ അമ്മായി നല്ല ഉപ്പിലിട്ടതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനാണെങ്കിൽ എന്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അത് അതേപോലെ നീയക്കും ആണ് കേട്ടോ. അങ്ങനെ ഓൾക്ക് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ 3rd ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞില്ല, അമ്മായിൻ്റെ വീട്ടിലെത്തിക്കാണ്. ഇവിടെ അമ്മായി ഞങ്ങൾക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം ഇത്രയുള്ളൂ, ബായ്.